ഇപ്പോൾ ഒരാളെപ്പോഴും ടെൻഷനാക്കുക. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, എന്താണ് ഇപ്പോൾ നമ്മളെ ഏറ്റവും വലിയ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണ് ഇപ്പോൾ ഇത്ര ടെൻഷൻ? കാരണം ജീവിക്കണം നോക്കി, ജീവിക്കാൻ വളരെ ചെറിയ റിക്വയർമെൻ്റ് ഉള്ളൂ ലൈഫിന് അല്ലേ. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കണം, ഒന്ന് ഉറങ്ങി രാവിലെ എണീക്കാം, ഒന്ന് 3 നേരം 2 നേരം ഒരു നല്ല ഭക്ഷണം ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ തന്നെ നമ്മൾ കൂളായിട്ട് ജീവിച്ചു പോകുന്നു. നമ്മൾ നോമ്പിന് നമുക്ക് മനസ്സിലായതാണ്. അതല്ലാതെ എന്ത് റിക്വയർമെൻ്റാണ് സത്യത്തിൽ നമുക്കിവിടെ ഈ ദുനിയാവിലുള്ളത്? പക്ഷെ എന്തിനാണ് ആളുകൾ ഇത്രയും ടെൻഷൻ അടിക്കണം? എന്തിനാണ്? നാളെ എന്താവും? എല്ലാവരും ടെൻഷൻ അതാണ്. എന്താവും? ഇപ്പം ഇലക്ഷൻ വന്നാന്തോ വീണ്ടും LDF വരുമോ? എന്താ കേരളം ഇഞ്ഞു കുട്ടിച്ചോറാവുമോ? അല്ല ഇഞ്ഞു അവിടെ ബംഗാളിൽ മമത പോകുമോ? സ്റ്റാലിൻ പൊട്ടുമോ? എന്താ ഇപ്പം നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ പോയാൽ എന്താകും? ഹോർമൂസ് കടലെടുക്ക് അടച്ചു, എന്താവും? എണ്ണ വരാഞ്ഞ എന്താവും? ഗൾഫ് രാജ്യങ്ങൾ തകർന്നാൽ എന്താകും? എത്ര വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്തുണ്ട്, എന്താണ്? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എത്ര സ്ഥലത്താണ് ഖുർആൻ പറഞ്ഞത് വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടില്ല എന്നാണ്. വലാ യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയില്ല എന്നാണ്. അപ്പം എന്തിനാ പേടി ഉണ്ടാകുക? നാളെ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് മനുഷ്യനെന്നും പേടിയാണ്, എന്നും പേടി തന്നെയാണ്. രണ്ട് ദുഃഖമാണ്, 2 പ്രശ്നമാണ് മനുഷ്യൻ്റെ. ഇത്രയും ആളുകളാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന അറിയങ്ങൾ, ചെറിയ കുട്ടികളും വലിയവരൊക്കെ. ഒന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയാണ്. ഭാവിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നമ്മൾ ഈ ജോലി ചെയ്യണമൊക്കെ എന്തിനാണ്? നമുക്കൊരു സമ്പാദ്യം വേണം, ഒന്നുകൂടി സ്റ്റേബിൾ ആകണം, മക്കൾക്ക് കുറച്ചൊക്കെ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ കുറച്ചൊക്കെ അനന്തരാവകാശികളെ സ്റ്റേബിളാക്കി വിട്ടുപോകണം. നമ്മുടെ മക്കൾ ഇതിൻ്റെ പേരിൽ പ്രയാസപ്പെടാൻ പാടില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, എന്ത് സംഭവിക്കുമെന്നുള്ള പേടി, അതേപോലെ തന്നെ കഴിഞ്ഞു പോയതിനെ പറ്റിയുള്ള സങ്കടം. ഇപ്പോൾ ദുഃഖം എന്തിനാണ്? ദുഃഖം കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചാണ്. അസുഖം വന്നതിനെക്കുറിച്ച്, പരീക്ഷയിൽ മാർക്ക് കിട്ടാത്തതിനെക്കുറിച്ച്, അല്ലേ? ആ ബിസിനസ് പൊളിഞ്ഞു പോയതിനെക്കുറിച്ച്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഷെയർ കൊടുക്കേണ്ടില്ലായിരുന്നു, അന്ന് അവൻ അവിടെ ചേർത്തേണ്ടില്ലായിരുന്നു, അന്ന് അവിടെ ആ വണ്ടി എടുക്കേണ്ടില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞു പോയ പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ദുഃഖിക്കണം. വരാനിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പേടിക്കും ചെയ്യണം. നല്ലൊരു വിശ്വാസിയെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിയില്ല, ദുഃഖമില്ല എന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം സഹോദരങ്ങളെ, നമ്മളെ ഈമാൻ, നമ്മുടെ വിശ്വാസം നമുക്കൊരു നിർഭയത്വം നൽകുന്നില്ല എന്നുള്ളതാണ്.